എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വാർത്താ വിശേഷത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രമുഖ പത്രങ്ങൾ വാർത്തകൾ കൊടുത്തത് എങ്ങനെയാണ് നോക്കാം. മലയാള മനോരമയുടെ മെയിൻ സ്റ്റോറി നമ്മളെല്ലാവരും ഞെട്ടുന്ന ആ വാർത്തയാണ്. അതായത് തട്ടിപ്പിൽ ഒന്നാം റാങ്ക് ആർക്കാണ്? കേരളത്തിന്. PSC പരീക്ഷാ തട്ടിപ്പിന്റെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. പരീക്ഷാക്രമക്കേട് PSCയിലേത് ആസൂത്രിത നീക്കമെന്ന് SIT. അങ്ങനെ SIT കണ്ടെത്തിയിരിക്കുന്നു. ഇത് ആസൂത്രിത നീക്കം. ഒന്നാം റാങ്കുകാരൻ ഉത്തരം എഴുതാതിരുന്ന 10 ചോദ്യങ്ങൾ മൂല്യനിർണയത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കി. അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം, കേരളത്തിലെ PSCയുടെ തട്ടിപ്പ്. ആ ജന്തർ മന്ദറിൽ പോയി കലാപം നടത്തിയ CJP മറ്റേ എന്താ പറയാ, സൗരവ് ദാസ്, പിന്നെ അഭിജിത് ദീപ് തുടങ്ങിയ ആൾക്കാർ ഇതൊന്നും കണ്ടിട്ടില്ല. അവർക്ക് പിന്നെ കേരളത്തിൽ വന്നിരുന്നിട്ട് മാത്രമല്ല, ഇന്ന് ഈ PSC തട്ടിപ്പിന് സാക്ഷ്യം വഹിച്ച, അതിനുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്ത പിണറായി സർക്കാരിനെ ജനങ്ങൾ തന്നെ മൂലക്കിരുത്തി. അത് ശരി, അതുകൊണ്ട് പിന്നെ ഇപ്പൊ കേരളത്തിൽ വന്ന് സമരം ചെയ്തിട്ട് കാര്യമില്ലല്ലോ. കാരണം ഇതിന്റെ ഉത്തരവാദികളെ അല്ലെങ്കിൽ ഇത്തരം തട്ടിപ്പുകൾ നിയന്ത്രിക്കേണ്ട ആൾക്കാർ ഇവർ തന്നെ ഇത്തരം തട്ടിപ്പിന് നേതൃത്വം നൽകിയെന്ന് മനസ്സിലാക്കിയപ്പോൾ ജനങ്ങൾ ഇവരെ എന്താ പറയാ, വേണ്ട, ഇനി നിങ്ങൾ ഈ പ്രദേശത്തേക്കൊന്നും വരരുത് എന്ന രീതിയിൽ ഇവരെ മാറ്റി നിർത്തി. അതുകൊണ്ടൊക്കെ തന്നെ ഇത്തരം ഒരു വൻ പ്രക്ഷോഭത്തിന് കേരളത്തിൽ സാധ്യതയില്ല എന്ന് നമുക്ക് വിചാരിക്കും. എങ്കിലും ഈ ഒരു PSC തട്ടിപ്പിനെ കുറിച്ച് ഇവിടെ വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് മാറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഞെട്ടിത്തെരിച്ചും കണ്ട് അങ്ങോട്ടേക്ക് വിമാനം കയറിപ്പോയ രഞ്ജിനി ഹരിദാസിനെ പോലുള്ള ആൾക്കാർ, ഇവിടുത്തെ സിനിമാ താരങ്ങൾ, ടൊവിനോ തോമസ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ, ഞെട്ടിത്തെറിച്ച വിസ്മയ, മോഹൻലാൽ, ഇവർക്കൊന്നും ഒരു ഞെട്ടലും ഇല്ല. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, ഒന്നാം റാങ്കുകാരൻ ഉത്തരം എഴുതാത്ത 10 ചോദ്യങ്ങൾ മൂല്യനിർണയത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കി. എന്താ ചെയ്യലേ? PSCയിലെ 2 ഉന്നത ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ച അന്വേഷണം. എന്നിട്ട് ഒരു ബോക്സ് ഉണ്ട്, എന്തും ചെയ്യും PSC. അതായത് പരീക്ഷയിൽ വളരെ കുറഞ്ഞ മാർക്ക് നേടിയ അരുണിന് ഒന്നാം റാങ്ക് കിട്ടാൻ ആസൂത്രിത ക്രമക്കേട്. ഇടതുപക്ഷത്തിന്റെ ആളെ 1.5 ലക്ഷം രൂപ ശമ്പളത്തിന് നിയമിക്കാൻ വേണ്ടി ചെയ്തതാണ്. ആ ബിരുദൻ ഉത്തരം എഴുതാത്ത അല്ലെങ്കിൽ ഉത്തരം തെറ്റിച്ചെഴുതിയ ചോദ്യങ്ങളൊക്കെ വാല്യൂ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഒരാൾക്കും വാല്യൂ ചെയ്തില്ല. അതായത് നമ്മളെ ആളെ ഉത്തരം എഴുതാത്ത ചോദ്യങ്ങൾ ആരും എന്താ ചെയ്യണ്ട, അത് നോക്കണ്ട, അത്ര ചോദ്യങ്ങളെ ആരും ഒഴിവാക്കിക്കളയുക. നമ്മുടെ ആള് ശരി ഉത്തരം എഴുതിയ ചോദ്യങ്ങൾക്ക് മാത്രം മാർക്ക് ഇട്ടാൽ മതി. ബാക്കിയുള്ള ആൾക്കാർ അത്തരം ചോദ്യങ്ങൾ ഉത്തരം എഴുതിയാൽ അതൊന്നും നോക്കണ്ട എന്ന്. എന്തൊരു അതിക്രമാണെന്ന് ആലോചിക്കുക. ലക്ഷക്കണക്കിന് ആൾക്കാരിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു PSCയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തിയ പിണറായി ചെയ്യാം കാലം കാത്തുവെച്ച കാവ്യരീതിയാണ് കേട്ടോ ഇപ്പൊ മാറിയിരിക്കുന്നത്. ഇനി അരുൺ ഉത്തരം എഴുതാതിരുന്ന 10 ചോദ്യങ്ങൾ മൂല്യനിർണയത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കി എന്ന് SITയുടെ കണ്ടെത്തൽ. മറ്റു ഉദ്യോഗാർത്ഥികൾ ഈ ചോദ്യങ്ങൾക്ക് എഴുതിയ ഉത്തരം പരിഗണിച്ചില്ല. ഇതുവഴി മുന്നിലെത്തിയ അരുൺ ഇന്റർവ്യൂവിന് ശേഷം തയ്യാറാക്കിയ റാങ്ക് പട്ടികയിൽ ഒന്നാം റാങ്കുകാരനായി തുടർന്ന് നിയമനം. വിവിധ പരീക്ഷകളുമായി ബന്ധപ്പെട്ട് 90 പരാതികൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിപ്പോ ഒരു പരീക്ഷയെ കുറിച്ചുള്ള സംഭവമാണ് അല്ലേ? 90 പരീക്ഷകൾ ഈ രീതിയിൽ സ്വന്തക്കാർക്ക് നിയമനം നൽകാൻ വേണ്ടി നടത്തിയെന്ന് പറയുമ്പോ നീറ്റ് പരീക്ഷാ ചോർച്ചയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിന്റെ മുന്നിൽ ഒന്നുമല്ല. അതൊരു എന്താ പറയാ, ഒരു പരീക്ഷയുടെ ചോദ്യക്കടലാസ് ചോർന്നു. അത് ചോർത്തിയത് ഇവിടുത്തെ ചില ഈ എന്താ പറയാ പരിശീലന ഏജൻസികളും അല്ലെങ്കിൽ ഇത്തരത്തിൽപ്പെട്ട എൻട്രൻസ് ടെസ്റ്റ് നടത്തുന്ന ചില സംഘങ്ങളും അവരുടെ ഒത്താശയോടെ ഇത് പരീക്ഷാ പേപ്പർ തയ്യാറാക്കിയ അല്ലെങ്കിൽ ചോദ്യക്കടലാസ് തയ്യാറാക്കിയ ചില അധ്യാപകരുടെ ഒക്കെ ഒരു ഒത്താശയോടെ അവിടെ നടത്തിയ ഒരു തട്ടിപ്പ്. ഇത് കേരളത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കൾ അവരുടെ ഒരു ജീവിത ആശ്രയമായി കാണുന്ന PSC എന്ന് പറയുന്ന ഒരു പവിത്രമായ ഒരു സംവിധാനത്തെ ആകെ അട്ടിമറിച്ചുകൊണ്ട് ആർക്ക്? ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ നേതാവിന് ലക്ഷങ്ങളുടെ ശമ്പളത്തിൽ ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് അയാൾ ശരിയുത്തരം എഴുതിയ ചോദ്യങ്ങൾ മാത്രം അവിടെ വെച്ചിട്ട് ബാക്കി ഒന്നും നോക്കിയില്ല. എന്നിട്ട് ഇയാളെ ഒന്നാം റാങ്കുകാരനാക്കി നിയമിച്ചു. 1 വർഷം കഴിഞ്ഞിട്ടാണ് ഈ തട്ടിപ്പ് പുറത്തു വരുന്നത്. അതാണ് അതിന്റെ ഏറ്റവും വലിയ രസം. ഉത്തരക്കടലാസുകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നൽകിയ വിവരാവകാശ
രേഖ സംബന്ധിച്ച് വിവരാവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യപ്പെട്ടത് നൽകിയില്ല. ഏതായാലും ഈ വാർത്ത മലയാള മനോരമ അതിൻ്റെതായ പ്രാധാന്യത്തിൽ കൊടുത്തിരിക്കുന്നു. വീണ്ടും പുതിയ തട്ടിപ്പുകളെ വീണ്ടും ചോദ്യമനയിൽ PSC അഭിമുഖത്തിന് മുഴുവൻ മാർക്ക് 92 മാർക്ക് നേടിയ ആൾ ഔട്ട്. 27.67 മാർക്ക് നേടിയ ഉദ്യോഗാർത്ഥിക്ക് 1ാം റാങ്ക് എന്ന് പറഞ്ഞാൽ PSCക്കാര് വഴിവിട്ട അവരുടെ സ്വന്തക്കാർക്ക്, അവരുടെ എന്ന് പറഞ്ഞാൽ ഈ CPMന്റെ ആൾക്കാർക്ക് മാത്രം ജോലി. അതായത് കഴിഞ്ഞ 10 വർഷം പിണറായി സർക്കാർ ചെയ്തത് തൊഴിലിന് വേണ്ടി ഉറക്കമൊഴിഞ്ഞ് പഠിച്ച ഉദ്യോഗാർത്ഥികളെ മുഴുവനും പുറംകാല് കൊണ്ട് ചവിട്ടി തെറിപ്പിച്ചിട്ട് ഇവരുടെ സ്വന്തം സഖാക്കൾക്ക് അറിയാലോ. ശിവരഞ്ജിത്ത് അല്ലെ, മറ്റേ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ എഴുതിയ സഖാവ് ശിവരഞ്ജിത്ത് 1ാം റാങ്ക്. പിന്നെ ഏതാണ് നാസീം, അങ്ങനെ പറഞ്ഞ ഈ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ PSC പരീക്ഷ എഴുതിയ അക്ഷരം കൂട്ടി എഴുതാൻ പോലും അറിയാത്ത ഇവർക്കായിരുന്നു 1ാം റാങ്കും 2ാം റാങ്കും 28ാം റാങ്കും. അവസാനം കത്തിക്കുത്ത് കേസിലിട്ട പ്രതിയായപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ പുറത്തു വന്നത്. അവസാനം ജയിലിൽ വെച്ച് ഇവർക്ക് പരീക്ഷ നടത്തി നോക്കിയപ്പോഴേ പട്ടപൂജ്യം. അങ്ങനെയൊക്കെയാണ് PSC. ഏതായാലും PSC VD സതീശൻ സർക്കാർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിനു വേണ്ടി ഒരു SIT നിയമിച്ചു. SIT അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള SIT കൃത്യമായ അന്വേഷണം നടത്തി പിടികൂടുന്നു ഈ പറയുന്ന സഖാക്കന്മാരുടെ നേതൃത്വത്തിൽ നടന്ന തട്ടിപ്പിൽ റാങ്ക് 1. ഇനി കേരളകൗമുദിയുടെ മെയിൻ സ്റ്റോറി ഏതാണ്? PSCയുടെ കൊടുമട്ടിമറി, ഉത്തരം തെറ്റിച്ച നേതാവ് ഒന്നാമൻ. അതാണ് ഉത്തരം. എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല തലക്കെട്ട് കേരളകൗമുദിയുടേതാണ്. ഉത്തരം തെറ്റിച്ച നേതാവ് ഒന്നാമൻ ചെയർമാനെ ചോദ്യം ചെയ്തേക്കും. 1ാം റാങ്ക് നൽകി 1.66 ലക്ഷം ശമ്പളത്തിൽ നിയമിച്ചു. MH വിഷ്ണുവിന്റെ സ്പെഷ്യൽ സ്റ്റോറിയാണ്. ആസൂത്രണ ബോർഡിൽ ചീഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പരീക്ഷയിൽ ഇടത് സംഘടനാ നേതാവിനെ 1ാം റാങ്കിലെത്തിക്കാൻ PSC നടത്തിയത് കേട്ടുകേൾവിയില്ലാത്ത അട്ടിമറിയെന്ന് ക്രൈംബ്രാഞ്ച്. PSCയിലെ ഉന്നതർക്കും രാഷ്ട്രീയക്കാർക്കും പങ്കുള്ള വൻ ഗൂഢാലോചനയാണ് നടന്നത്. കോഴ ഇടപാടും സംശയിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് മാതൃഭൂമി. മാതൃഭൂമി കണ്ടില്ലേ? മാതൃഭൂമി ആ വാർത്ത 1ാം പേജിൽ ഇല്ല കേട്ടോ. മാതൃഭൂമിക്ക് ഈ വാർത്ത ഒരു പ്രശ്നമല്ല. മാതൃഭൂമിക്ക് ഈ വാർത്ത ഒരു പ്രശ്നമല്ല. ഇതാണ് മാതൃഭൂമിയുടെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് PM ശ്രീക്ക് UDFന്റെ പച്ചക്കൊടി. പച്ച നിൽക്കുമ്പോഴത്തേക്ക് ആകെ ഇൻക്ലാബ് സിന്ദാബാദ് വിളിക്കുകയാണ് മാതൃഭൂമി. പിന്നെ ഒരു എരുമ ജീവിതം. ഷാ എവിടെ? പ്രതിഷേധം ഘടിപ്പിച്ച് പ്രതിപക്ഷം. അവർക്കിപ്പോഴും കൂറപ്പാർട്ടി. ഷാ എവിടെ? ഷായെ പിടിക്ക്. ഷാ രാജിവെക്കണം, അമിത്ഷാ രാജിവെക്കണം, നരേന്ദ്രമോദി രാജിവെക്കണം. കേരളത്തിലെ PSC തട്ടിപ്പ് നടന്നോട്ടെ അല്ലേ? കേരളത്തിലെ PSC തട്ടിപ്പ് മാതൃഭൂമിക്ക് ഒരു പ്രശ്നമേ അല്ല. ഉള്ളിലെവിടെയും കൊടുത്തിട്ടുണ്ടാവില്ല അല്ലേ? ഉള്ളിലെവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടാവല്ലോ. ഇതൊന്നുമില്ല, ഇവിടെയൊന്നും കാണാനില്ല. UDF നേതൃയോഗം. 7ാം പേജിൽ ഒരു 4 കോളത്തിൽ ഒരു വാർത്തയുണ്ട്. ആസൂത്രണ ബോർഡ് പരീക്ഷയ്ക്ക് PSC, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളൂ. ആസൂത്രണ ബോർഡ് പരീക്ഷയ്ക്ക് PSCയിൽ ഗൂഢാലോചന. 1ാം റാങ്കുകാരനെ കുഴക്കിയ 10 ചോദ്യങ്ങൾ മൂല്യനിർണയത്തിൽ നിന്ന് ഒഴിവാക്കി. അങ്ങനെ പറയുന്നത് 1ാം റാങ്കുകാരനെ കുഴക്കിയ 10 ചോദ്യങ്ങൾ മൂല്യനിർണയത്തിൽ നിന്ന് ഒഴിവാക്കി. എന്തൊരു സോഫ്റ്റായ വാർത്തയല്ലേ? ഇനിയും വാങ്ങണം കേട്ടോ ഈ പത്രം എല്ലാവരും. ഇതിൽ പിന്നെ PSCയും ഇല്ല, തട്ടിപ്പില്ല, ഒന്നുമില്ല. നമ്മളെ സഖാക്കൾ നടത്തിയ തട്ടിപ്പ് നമ്മള് വാർത്ത കൊടുക്കുക. ഇതിലെന്താണ്? ഇതിൽ നമ്മുടെ ഐഷി ഘോഷ് അല്ലെ, ഐഷിക്കെതിരെ ആയ വാറന്റ് റദ്ദാക്കിയതാണ് വലിയ സംഭവം. വേട്ടക്ക് തിരിച്ചടി. കാരണം നരേന്ദ്രമോദി കിടുങ്ങിയല്ലോ, വിറച്ചല്ലോ. ധർമ്മേന്ദ്ര പ്രധാന്റെ കേന്ദ്രമന്ത്രി കസേര തെറിപ്പിച്ച യുവജന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രധാനിയാണ് ഐഷി കേട്ടോ. ഇന്നലത്തെ പത്രത്തില് ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ കസേര തെറിപ്പിച്ച അമരക്കാരി എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. ഇന്ന് അതേതായാലും എന്താ, ഈ പല നേതൃത്വം നൽകിയവരിൽ പ്രധാനിയാണ്. പ്രധാനി SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷിനെതിരായ അറസ്റ്റ് വാറണ്ട് ഡൽഹി പാട്ടിയാല ഹൗസ് കോടതി റദ്ദാക്കി. പോലീസിന് സമർപ്പിച്ച കുറ്റപത്രം സ്വീകരിക്കണോ വേണ്ടയോ എന്നതിൽ നവംബർ 21 വാദം തുടങ്ങുമെന്ന് ജഡ്ജി വിജയശ്രീ റാത്തോർ പറഞ്ഞു. അനാവശ്യ അറസ്റ്റ് നീക്കം ചോദ്യം ചെയ്യപ്പെട്ടേക്കാമെന്ന ഭയത്തിൽ പോലീസിന്റെ അഭിഭാഷകൻ കോടതിയിൽ എത്തിയില്ല. ആകെ അർമാദിക്കുകയാണ് കേട്ടോ.
പിന്നെ പുനർജനിക്ക് ഫൈനൽ വിസിൽ. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ തട്ടിപ്പ് കേസ് അവസാനിപ്പിച്ചു. അപ്പൊ നമ്മളെ എം വി ഗോവിന്ദൻ പറയുന്നു ക്ലീൻ ചിറ്റ് മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ. പുനർജനി പദ്ധതിക്ക് FCRA നിയമം ലംഘിച്ച് വിദേശ ഫണ്ട് പിരിച്ച കേസിൽ മുഖ്യമന്ത്രി വി ഡി സതീശന് ക്ലീൻ ചിറ്റ് നൽകിയ ആഭ്യന്തരമന്ത്രിയുടെ നടപടി കേസ് മായ്ച്ചു കളയാനാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. വി ഡി സതീശനെതിരെ സഖാക്കന്മാര് കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന പരിപാടിയാണ് പുനർജനി തട്ടിപ്പ്. ഏതായാലും അതും പൊളിഞ്ഞു. വി ഡി സതീശനെതിരെ ഉയർത്തിയ ആരോപണങ്ങളൊക്കെ തെളിഞ്ഞു. ഇനിയിപ്പം നുണേശൻ എന്ന് പറഞ്ഞാണ്ട് ഇവർക്ക് ഇങ്ങനെ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കാം. അത്രയേ ഉള്ളൂ. ഇനി PM ശ്രീ LDF കാലത്ത് നടപ്പാക്കിയില്ലെന്ന് കേന്ദ്രം. LDF കാലത്ത് നടപ്പാക്കിയില്ലെന്ന് കേന്ദ്രം. PM ശ്രീ നുണയും പൊളിഞ്ഞു. ഈ PM ശ്രീയിൽ ഒപ്പിട്ട ആൾക്കാർ ഇപ്പൊ വലിയ വായില് UDF-നെ വിമർശിക്കുകയാണ്. ഇതാണ് നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തത്? അത് നടപ്പാക്കാൻ പോവുകയാണ്. അത് സ്വരാജ് പറഞ്ഞ കാര്യം ഞങ്ങൾ ഒപ്പിട്ടത് നടപ്പാക്കാനല്ലല്ലോ എന്നാണ് ആര് പറഞ്ഞത്? പൊട്ടൻ സ്വരാജ് പറഞ്ഞത്. ഞങ്ങൾ ഒപ്പിട്ടത് നടപ്പാക്കാനല്ലല്ലോ. പിന്നെ ഇവന് പൊഴുങ്ങി തിന്നാനാണ് ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത്. സഖാക്കന്മാർ ആകെ നിങ്ങൾക്ക് പിന്നെ നാണമില്ലാത്തോണ്ട് നല്ല P രാജീവ് ഒക്കെ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ P രാജീവ് ഇപ്പം അടുത്ത പാർട്ടി സെക്രട്ടറി ആവാനുള്ള എന്താ പറയാ ആവേശത്തിലാണ്, ആവേശ ഘോഷയാത്രയിലാണ് P രാജീവ്. ഇപ്പൊ ഗോവിന്ദ മാഷ ഇപ്പൊ ആരും ശ്രദ്ധിക്കാറില്ല. ഇയാളുടെ കോമാളി ചിരിയും കോമാളി കളിയും കണ്ടിട്ട് ആൾക്കാർക്ക് മതിയായിരുന്നു. എന്നാലും ഇടയ്ക്ക് പത്രസമ്മേളനം നടത്താറുണ്ട്. അപ്പം അടുത്ത് ഈ ആരാണ് പാർട്ടി സെക്രട്ടറി ആവാം യോഗ്യത എന്നുള്ളത് സ്വരാജും P രാജീവും തമ്മിലുള്ള മത്സരമാണ് ഇപ്പൊ നടക്കുന്നത്. അതിൽ സ്വരാജ് ഏതാണ്ട് പിൻവാങ്ങിക്കുന്നത്. പിന്നുള്ളത് P രാജീവാണ് ഇപ്പോൾ സൈദ്ധാന്തിക വേഷം കെട്ടി കണ്ട് CPM-നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രംഗത്ത് വന്നത്. നടക്കട്ടെ. അപ്പൊ ഏതായാലും PM ശ്രീ പദ്ധതിയുടെ പേരിൽ കോൺഗ്രസും UDF-ഉം നടത്തുന്ന നുണപ്രചാരണം പൊളിക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ മറുപടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ കരഞ്ഞു മെഴുകുകയാണ്. അപ്പൊ ഏതായാലും PSC തട്ടിപ്പിനെ കുറിച്ച് ദേശാഭിമാനി മിണ്ടില്ല. മാതൃഭൂമി ആരും കാണാതെ ഉള്ളിലെ പേജിൽ അത് ഒതുക്കി വെച്ചു. ഏതായാലും കേരള കൗമുദിയിലെ MH വിഷ്ണു ഗംഭീര കിടിലൻ സ്റ്റോറി. ഉത്തരം തെറ്റിച്ച നേതാവ് ഒന്നാമൻ, PSC-യുടെ കൊടുമട്ടിമറി. മലയാള മനോരമ തട്ടിപ്പിൽ റാങ്ക് 1. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പത്രങ്ങളുടെ ഒരു സ്ഥിതി. മനസ്സിലായല്ലോ? അപ്പൊ ഏതൊക്കെ പത്രങ്ങളാണ് സത്യം പറയുന്നത്, ഏതൊക്കെ പത്രങ്ങളാണ് ജനങ്ങൾക്കൊപ്പമുള്ളത്, ഏതൊക്കെ പത്രങ്ങളാണ് യുവാക്കൾക്കൊപ്പമുള്ളത് എന്നുള്ളതൊക്കെ ഏതാണ്ട് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.